മികച്ച സീരീസുകളിൽ ഒന്നായി മാറിയ സ്ട്രേഞ്ചർ തിങ്സ് അങ്ങനെ അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. നവംബർ 26-ന് സ്ട്രീമിംഗ് തുടങ്ങുന്ന സീരീസിന്റെ 5ാമത്തെ സീസൺ ഒട്ടേറെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സീസൺ 5-ൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, അതുപോലെ സീരീസിൽ ഒളിഞ്ഞിരിക്കുന്ന ചില മിസ്റ്ററികൾ, സീസൺ 5-നെ കുറിച്ച് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫാൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക. ആദ്യം എവിടെ നിന്നാണ് ഈ സീരീസിന്റെ പ്ലോട്ട് ഉണ്ടായതെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. 90കളിൽ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടന്ന ഒരു സീക്രട്ട് എക്സ്പെരിമെന്റ് ആണ് മോണ്ടോക്ക് പ്രോജക്ട്. US ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ എക്സ്പെരിമെന്റിൽ കൊച്ചുകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ വെച്ച് മൈൻഡ് കൺട്രോൾ, ടെലിപ്പോർട്ടേഷൻ, ടൈം ട്രാവൽ എന്നിവ ഉൾപ്പെടുന്ന പല ടൈപ്പിലുള്ള സീക്രട്ട് എക്സ്പെരിമെന്റുകളും നടത്തിയിരുന്നു. ഇതിനെപ്പറ്റി മോണ്ടോക്ക് പ്രോജക്ട് എന്ന പേരിൽ ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ മോണ്ടോക്ക് പ്രോജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് എടുത്തിരിക്കുന്നത്. സീരീസിന് ആദ്യം മോണ്ടോക്ക് എന്നായിരുന്നു പേരിടാൻ തീരുമാനിച്ചിരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസൺ 5-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. സ്ട്രേഞ്ചർ തിങ്സിന്റെ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ 5ാമത്തെ സീസൺ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. അതായത് ബാക്കിയുള്ള സീസണുകളിലൊക്കെ കോമഡി എലമെന്റ്സ് വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഈ സീസണിൽ അധികം കോമഡി എലമെന്റ്സ് ഒന്നും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം കഥ കുറച്ചുകൂടി സീരിയസ് മോഡിലേക്കാണ് പോകുന്നത്. 5ാമത്തെ സീസണിൽ ഒന്നിൽ കൂടുതൽ മരണങ്ങൾ എന്തായാലും കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ മരിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ആരൊക്കെയാന്ന് വെച്ചാൽ സ്റ്റീവ് ഹാരിങ്ടൺ, എലവൻ, മാക്സ്. സ്റ്റീവിലേക്ക് വന്നാൽ ആദ്യ സീസണിൽ തന്നെ ഡെഫർ ബ്രദേഴ്സ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു കഥാപാത്രമാണ് സ്റ്റീവ് ഹാരിങ്ടൺ. എന്നാൽ പിന്നീട് സ്ക്രിപ്റ്റ് തിരുത്തി സ്റ്റീവിന് വീണ്ടും ജീവൻ കൊടുക്കുകയായിരുന്നു. സീസൺ 1-ന് ശേഷം സ്റ്റീവ് എന്ന ക്യാരക്ടർ ഒരുപാട് ആരാധകരെയാണ് നേടിയെടുത്തത്. അതുകൊണ്ട് അത്രയും വിലപ്പെട്ട ഒരു കഥാപാത്രത്തെ അവസാന സീസണിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് സീരീസ് ആരാധകരുടെ മനസ്സിൽ ഒരു വിങ്ങൽ ഉണ്ടാക്കിയെടുക്കുമെന്ന് ക്രിയേറ്റേഴ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീവ് എന്ന കഥാപാത്രം സീസൺ 3-ക്ക് ശേഷം വീണ്ടും നാൻസിയുടെ പിന്നാലെ നടക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സീസൺ 2-ൽ നാൻസിയുമായി ബ്രേക്കപ്പ് ആയ സ്റ്റീവ് സീസൺ 3-ൽ നാൻസിയെ പറ്റി ചിന്തിക്കുന്നത് പോലും ഇല്ല. വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വളയ്ക്കാനാണ് സ്റ്റീവ് നോക്കുന്നത്. സീസൺ 4-ന്റെ തുടക്കത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നീട് സീസൺ 4-ൽ എഡി മൻസൺ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എടാ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ ഞാൻ വീണ്ടും എന്റെ സ്വന്തമാക്കിയേനെ എന്ന് എഡി മൻസൺ പറയുമ്പോഴാണ് സ്റ്റീവ് വീണ്ടും നാൻസിയിലേക്ക് എത്തുന്നത്. കാരണം ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യണം. ഇവിടെ ജൊനാഥനും സ്റ്റീവും നാൻസിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നാൻസിക്കാണെങ്കിൽ ഇതിൽ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അത് സീസൺ 4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ യഥാർത്ഥ പ്രണയം അത് ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാകണമെങ്കിൽ ഒരാൾ മരിക്കണം. സിമ്പിൾ. ഈ കേസിൽ സ്റ്റീവ് മരിക്കാനാണ് സാധ്യത. കാരണം ജൊനാഥനേക്കാളും ഫാൻസ് സ്റ്റീവിനുണ്ട്. ഈ സീരീസ് അവസാനിച്ചാലും സ്റ്റീവ് എന്ന ക്യാരക്ടർ ആളുകളുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു മൊമെന്റ് ആ കഥാപാത്രത്തിന് കൊടുത്തേ പറ്റൂ. അതായത് നമ്മുടെ എൻഡ് ഗെയിമത്തെ അയൺമാനൊക്കെ പോലെ. ഇനി ജൊനാഥനിലേക്ക് വന്നാൽ മൂപ്പര് ഒരു ഉറക്കം തൂങ്ങി ക്യാരക്ടറാണ്. സൂപ്പറാണ്, ധൈര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ജൊനാഥന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. ഒന്നില്ലെങ്കിൽ നാൻസി പറഞ്ഞതുപോലെ ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതുപോലെ ചെയ്യും. അത്രേ ഉള്ളൂ. ജൊനാഥൻ ഇല്ലാതായാലും സ്റ്റോറിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ വില്ലും ജൊനാഥനും തമ്മിലൊരു ഇമോഷണൽ സീന് വെച്ച ശേഷം ആ കഥാപാത്രത്തെ അവസാനിപ്പിക്കാം. പക്ഷെ അങ്ങനെ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെയിലറിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജൊനാഥൻ എന്തോ സാക്രിഫൈസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വന്ന് മൂപ്പരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റീവിനെ കാണിക്കുന്ന ഷോട്ടുകൾ ട്രെയിലറിൽ വളരെ കുറവാണ്. സ്റ്റീവിനെ മാത്രം ക്ലോസപ്പ് ഷോട്ടിൽ ഒറ്റയ്ക്ക് കാണിക്കുന്നില്ല. സോ സ്റ്റീവ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ഗേറ്റ് തുറന്നത് 11 ആയതുകൊണ്ട് തന്നെ അത് ഓരോ തവണയും ക്ലോസ് ചെയ്യുന്നതും 11 തന്നെയാണ്. പക്ഷെ ഇത്തവണ ഹോക്കിൻസിൽ വലിയൊരു ഗേറ്റ് ആണ് തുറന്നിരിക്കുന്നത്. അത് അടയ്ക്കാൻ 11 ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും. വലിയ രീതിക്കുള്ള എനർജി എമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഗേറ്റ് അടയ്ക്കാൻ പോകുന്നത്. അത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. ഈ ഗേറ്റ് അടയ്ക്കുന്നതോടുകൂടി 11 ഇല്ലാതാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഹോക്കിൻസിന് മുഴുവൻ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോ. അത് മാത്രമല്ല സീരീസിന്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു ഫോട്ടോ മുന്നേ ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹോപ്പറും മൈക്കും സംസാരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ഈ സീസണിൽ ഹോപ്പർ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ ലീക്ക്ഡ് ഫൂട്ടേജിലാണെങ്കിൽ ഹോപ്പർ തന്റെ താടിയൊക്കെ ഷേവ് ചെയ്ത് പോലീസ് യൂണിഫോമിലാണ് നിൽക്കുന്നത്. കണ്ടിട്ട് ഇതൊരു ഇമോഷണൽ സീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ 11 തന്റെ ജീവൻ കൊടുത്ത് ആ ഗേറ്റ് അടച്ച ശേഷം വരുന്ന ഒരു ഇമോഷണൽ സീൻ ആയിരിക്കാം ഇത്. മാക്സ് മരിച്ചില്ല എന്ന നിലയിലാണ്. ഓൾറെഡി ആ കഥാപാത്രത്തിന്റെ കണ്ണുകൾ പോയി കഴിഞ്ഞു. അത് മാത്രമല്ല 4 പേര് മരിച്ചാലേ ഹോക്കിൻസിൽ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. സോ മാക്സ് മരിച്ചതുകൊണ്ടാണ് ഗേറ്റ് ഓപ്പൺ ആയത്. പിന്നെ അറിഞ്ഞിടത്തോളം 11 ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ മാത്രമുള്ള പവർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് എത്ര പേരെ രക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് മാക്സ് സീസൺ 5-ൽ കോമയിൽ കിടക്കുന്ന ഒരു കഥാപാത്രം. അത്രേ ഉള്ളൂ.
ഹെൻറി ആളുകളെ കൊല്ലുക മാത്രമല്ല അവരെ കൺസ്യൂം കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് സീസൺ 4 ഒരു സീനില് ഡോക്ടർ ബ്രെന്നർ പറയുന്നത്. അത് വെച്ച് നോക്കിയ മാക്സിന്റെ ജീവനും ഓർമ്മകളും എല്ലാം വെക്നയുടെ കയ്യിലാണ്. അതുകൊണ്ട് വെക്ന മരിച്ചു കഴിഞ്ഞാൽ മാക്സും മരിക്കും. വാക്കിംഗ് ഡെഡ് എന്ന ഫേമസ് സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഡയറക്ട് ചെയ്ത ഫ്രാങ്ക് എന്ന ഡയറക്ടർ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഈ സീസണിൽ 2 എപ്പിസോഡുകളാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായാലും ഈ സീരീസിൽ കാണാൻ പറ്റും. വാക്കിംഗ് ഡെഡ് ഒക്കെ കണ്ടവർക്ക് അറിയാം, ഒരു ഡാർക്ക് മൂഡിലാണ് അതിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് ഈ സീസണിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് കാളി എന്ന കഥാപാത്രത്തിന്റെ റീ എൻട്രി. ഒരു സീരീസും ഇന്നേ വരെ ഒരു മെയിൻ കഥാപാത്രത്തെ വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക, മെയിൻ കഥാപാത്രത്തെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാളി ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ്. കാരണം ആ ഹോക്കിൻസ് ലാബിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട 2 പേരേ ഉള്ളൂ. ഒന്ന് എലവൻ, ഒന്ന് കാളി. എലവൻ നാടിനെ രക്ഷിക്കാൻ നടക്കുമ്പോൾ കാളി തന്നെ ഉപദ്രവിച്ചവരോട് റിവെഞ്ച് ചെയ്യാനും ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റാനും വേണ്ടി നടക്കുകയാണ്. സീസൺ 2 ആദ്യ എപ്പിസോഡിൽ കാളിയെ കുറച്ചു നേരം കാണിക്കും. അത് കഴിഞ്ഞ പിന്നെ അവസാനം 7ാമത്തെ എപ്പിസോഡിൽ എങ്ങാണ്ടാണ് കാളിയെ കാണിക്കുന്നത്. പിന്നെ ഈ കഥാപാത്രത്തെ കാണിച്ചിട്ടേ ഇല്ല. നിലവിൽ സൂപ്പർ പവേഴ്സ് ഉള്ള കഥാപാത്രങ്ങളിൽ ഒരാളാണ് കാളി. അതുകൊണ്ട് കാളി സീസൺ 5 വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വെക്നയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എലവൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റില്ല. അതിന് കുറെ സപ്പോർട്ട് വേണം. കാളിയുടെ പവേഴ്സ് ആണെങ്കിൽ വെക്നയുടെ പവേഴ്സിന് സമാനമായാണ് കാണിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് കാണണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പവർ. അതേ പവർ ഉപയോഗിച്ചാണ് വെക്ന സീസൺ 4 ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി കാളി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കാളിയെ കൊണ്ടുവന്നില്ലെങ്കിൽ അത് സീരീസിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. വെറുതെ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ആയിരിക്കും അത്. കാളി ലാബിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. എലവൻ ലാബിലുള്ള ടൈമില് കാളിയും അവിടെ തന്നെ ഉണ്ട്. കാളിയുടെ പവേഴ്സ് കൂടിയപ്പോ അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല. ഹെൻറി സൂപ്പർ പവർ ഉള്ള എല്ലാ പിള്ളേരെയും കൊല്ലുന്നുണ്ട്. ആ ടൈമില് കാളി ആ ലാബിലില്ല. സോ അതൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ കാളി അവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി ഹെൻറി തന്നെയാണോ കാളിയെ രക്ഷപ്പെടുത്തിയത് എന്നാണ് എന്റെ സംശയം. കാരണം ലാബിന് പുറത്തേക്കുള്ള വഴി ഹെൻറിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഹെൻറി അത് എലവന് കാണിച്ചു കൊടുക്കുന്നത്. കാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചതുകൊണ്ട് കൂടിയാവാം ഡോക്ടർ ബ്രെന്നർ ഹെൻറിയുടെ കഴുത്തിൽ അവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ചിപ്പ് വെച്ചിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ബ്രെന്നറിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകളാണ്. അതായത് സീസൺ 1 ഡെമോഗോർഗൻ ബ്രെന്നറെ അറ്റാക്ക് ചെയ്യുന്നത് കാണിച്ച ശേഷം പിന്നെ സീസൺ 4 ബ്രെന്നറെ കാണിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ബ്രെന്നർ എങ്ങോട്ടാണ് പോയത്, അയാൾ എങ്ങനെയാണ് ഡെമോഗോർഗനിൽ നിന്ന് രക്ഷപ്പെട്ടത്, എന്തുകൊണ്ടാണ് എലവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സീസൺ 3 സ്റ്റോറിയിൽ ബ്രെന്നർ വരാഞ്ഞത് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ട്. അതുകൂടാതെ നീന പ്രൊജക്ട് കൊണ്ടാണല്ലോ എലവന് നഷ്ടപ്പെട്ട പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടുന്നത്. നഷ്ടപ്പെട്ട പവർ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി അന്ന് ലാബിൽ നടന്ന സംഭവങ്ങളിലെ ചില CCTV വിഷ്വൽസ് ഒന്നും ഇയാൾ എലവന് കാണിച്ചു കൊടുത്തിട്ടില്ല. കുറെ വിഷ്വൽസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് വെക്ന ലാബിലെ പിള്ളേരെ കൊല്ലുന്ന ആ ദിവസത്തെ ഫൂട്ടേജ് മാത്രമാണ് ബ്രെന്നർ എലവന് കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല നീ മുഴുവനായിട്ടും റെഡി ആയിട്ടില്ല, ഹെൻറിയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്നും ബ്രെന്നർ എലവനോട് പറയുന്നുണ്ട്. സോ നമ്മൾ കാണാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ആ ലാബിൽ നടന്നിട്ടുണ്ട്. കൂടുതൽ പവറുകളുള്ള ഒരു എലവനെയാണ് നമ്മൾ സീസൺ 5 കാണാൻ പോകുന്നത്. സീരീസിന്റെ ട്രെയിലറിൽ നിന്ന് അത് വ്യക്തമാണ്. എലവന്റെ പറക്കാനുള്ള കഴിവൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പവേഴ്സ് ഒക്കെ എലവൻ എങ്ങനെ അൺലോക്ക് ചെയ്യാൻ സാധിച്ചു? എലവന്റെ മെയിൻ ട്രെയിനേഴ്സ് ആണ് ഡോക്ടർ ബ്രെന്നറും ഡോക്ടർ സാം ഓവൻസും. ബ്രെന്നർ സീസൺ 4 വെടികൊണ്ട് മരിച്ചു. ഓവൻസിനെ ആണെങ്കിൽ ആർമിക്കാർ വന്ന് അറസ്റ്റ് ചെയ്തു. അപ്പൊ ആരാണ് എലവനെ ഇനി ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കാം ലിൻഡ ഹാമിൽട്ടൺ സീസൺ 5 എത്തുന്നത്. അറിഞ്ഞിടത്തോളം ഡോക്ടർ കെ എന്നൊരു റോളാണ് ലിൻഡ ഹാമിൽട്ടൺ ചെയ്യുന്നത്. ടെർമിനേറ്ററിൽ സാറ കോർണർ എന്ന സൂപ്പർ കഥാപാത്രത്തെ അവതരിപ്പിച്ച ലിൻഡ ഹാമിൽട്ടൺ സ്ട്രേഞ്ചർ തിങ്സിൽ എന്തായാലും വെറുതെ തോക്കും പിടിച്ച് നടക്കാനായിട്ട് മാത്രം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എലവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കാം ലിൻഡ ചെയ്യുന്നത്. ലിൻഡ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രവും ബ്രെന്നറും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നിലവിൽ ട്രെയിലറിൽ നിന്ന് ഇതിനെപ്പറ്റി കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ഫാന്റസി ഗെയിമിനെ അടിസ്ഥാനമാക്കിയാണ് സ്ട്രേഞ്ചർ തിങ്സ് മുന്നോട്ട് പോകുന്നത്. ഡെമോഗോർഗൻ, മൈൻഡ് ഫ്ലയർ, വെക്ന ഈ പേരുകളെല്ലാം തന്നെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ഗെയിമിൽ നിന്നും വന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ സീസൺ 5 വെക്നയെ കൂടാതെ പുതിയൊരു ക്രീച്ചർ വരാനും ചാൻസ് ഉണ്ട്. കാമസോട്സ്. സീസൺ 4 വെക്ന നാൻസിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ജീവി അതൊരു പക്ഷേ ഈ കാമസോട്സ് ആയിരിക്കാം. സീസൺ 5 എപ്പിസോഡ് ടൈറ്റിൽസ് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ 6ാമത്തെ എപ്പിസോഡിന്റെ പേര് എസ്കേപ്പ് ഫ്രം കാമസോട്സ് എന്നാണ്. ഈ കാമസോട്സിന് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസിൽ എന്താണ് റോൾ എന്ന് ഞാൻ നോക്കിയപ്പോഴാണ് അതൊരു വലിയ വവ്വാലാണെന്ന് എനിക്ക് മനസ്സിലായത്. കാമസോട്സ് ഒരു ബാറ്റ് ഗോഡ് ആണെന്നാണ് പറയുന്നത്. അതായത് സീസൺ 4 എഡി മൻസിനെ കടിച്ചു കൊല്ലുന്ന വവ്വാലുകളുടെ എല്ലാം തലവനാണ് ഈ കാമസോട്സ്. ഏറെക്കുറെ ഒരു ഡ്രാഗണെ പോലെ തന്നെ. ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് പ്രകാരം കാമസോട്സിന് മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറാനും
തീ തുപ്പാനുമുള്ള കഴിവുണ്ട്. ഇതൊന്നും കൂടാതെ വേറെ കുറെ സ്പെഷ്യൽ എബിലിറ്റികളും ഈ ക്യാമസോഡ്സിനുണ്ടെന്നാണ് പറയുന്നത്. സോ ക്യാമസോഡ്സിനെ നമുക്ക് സീസൺ 5 കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്യം ബയേഴ്സും ഹോളി വീലറുമായിരിക്കും സീസൺ 5 മെയിൻ ക്യാരക്ടേഴ്സ്. കുറെ പേര് പറയുന്നത് വില്ല് മരിക്കുമെന്നാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. കാരണം വില്ലിന്റെ ശരീരത്തിൽ നിന്നും മൈൻഡ് ഫ്ലെയർ പോയി കഴിഞ്ഞു. മൂപ്പർക്ക് ആകെയുള്ള ഒരു പവർ എന്ന് പറയുന്നത് വെക്നയുടെ അല്ലെങ്കിൽ മൈൻഡ് ഫ്ലെയറിന്റെ പ്രസൻസ് അറിയാൻ പറ്റും. മാക്സ് നിലവിൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇനി വില്ലിനെ കൊന്ന് അപ്സൈഡ് ഡൗണും ഹോക്കിൻസും തമ്മിൽ ഒരുമിപ്പിക്കാൻ വെക്ന ശ്രമിക്കുമോ എന്നതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. കാരണം ട്രെയിലറിൽ മൈക്കും മറ്റുള്ളവരും ചിരിച്ചു കളിച്ച് നിൽക്കുമ്പോൾ വില്ല് പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതേ സെയിം ലൊക്കേഷനും സീനും നമുക്ക് സീസൺ 4 കാണാൻ പറ്റും. ക്രിസി അതേ സ്ഥലത്ത് വെച്ചാണ് ആ ക്ലോക്ക് കാണുന്നതും ഇതുപോലെ ഞെട്ടി നിൽക്കുന്നതും. സീരീസിന്റെ തുടക്കം മുതലേ വില്ലിനെ രക്ഷിക്കാനാണ് ജോയ്സും മറ്റുള്ളവരും ശ്രമിക്കുന്നത്. സോ അവസാനം വില്ല് മരിക്കുമെന്നാണെങ്കിൽ ഈ പ്ലോട്ടിൽ എന്താണ് ഒരു അർത്ഥമുള്ളത്? വില്ലും വെക്നയും തമ്മിൽ ഒരു ഹാരി പോട്ടർ വോൾഡമോർട്ട് ടൈപ്പ് കണക്ഷൻ ഉണ്ടായേക്കാം. അതായത് വില്ലിന് വെക്നയുടെ പ്രസൻസും അറ്റാക്കും അറിയാൻ കഴിഞ്ഞാൽ അതുപയോഗിച്ച് മറ്റുള്ളവർക്ക് വെക്നയെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അതേ ടെക്നിക്ക് വെക്ന തിരിച്ചു പ്രയോഗിക്കാനും ചാൻസ് ഉണ്ട്. ട്രെയിലർ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഈ സ്ഥലം ഇത് അപ്സൈഡ് ഡൗണിലെ ഹോക്കിൻസ് ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ വെച്ചാണ് ഫസ്റ്റ് സീസണിൽ ജോയ്സും ഹോപ്പറും വില്ലിനെ കണ്ടെത്തുന്നത്. സോ ഇവര് വില്ലിനെ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ വെക്ന വില്ലിനെ എന്തോ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വില്ലിനെ കണ്ടെത്തണം എന്നുള്ളത് വെക്നയുടെ പ്ലാൻ തന്നെയായിരിക്കാം. വില്ല് ഒരു ഗേ ക്യാരക്ടർ ആണെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും സീസൺ 5 നമുക്ക് കാണാം. ട്രെയിലറിലെ അടുത്ത ഷോട്ടിൽ വെക്ന തന്റെ പഴയ രൂപത്തിൽ നടന്നു വരുന്നുണ്ട്. സോ വെക്നയുടെ അപ്സൈഡ് ഡൗണിൽ വെച്ചുള്ള ഫ്ലാഷ് ബാക്ക് സീനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഹെൻറിക്ക് സൂപ്പർ പവർ കിട്ടിയത്? എങ്ങനെയാണ് ഹെൻറി വെക്നയായി മാറിയത്? എങ്ങനെയാണ് മനുഷ്യനായ ഹെൻറി അപ്സൈഡ് ഡൗണിൽ സർവൈവ് ചെയ്തത്? ഇതെല്ലാം ആ ഫ്ലാഷ് ബാക്ക് സീനുകൾ നമുക്ക് വിശദമാക്കി തരും എന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ എന്തുകൊണ്ടാണ് ബാർബറയെ കൊന്ന ഡെമോഗോർഗൻ വില്ലനെ കൊല്ലാതിരിക്കുന്നത്? കാരണം തുടക്കത്തിൽ വില്ലിനെ തട്ടിക്കൊണ്ടു പോകുന്നത് വെക്നയാണ് തന്റെ പവർ ഉപയോഗിച്ച് ഈ വാതിൽ തുറന്നു വരുന്നത്. ഡെമോഗോർഗൻ ഒരിക്കലും വാതിൽ തുറന്നു വരില്ല. ഇനി ഇത് ഡെമോഗോർഗൻ ആയിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിന് വില്ലിനെ കൊല്ലാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അത് വില്ലിനെ അവന്റെ വീട് വരെ ഫോളോ ചെയ്ത് വന്ന് അവനെ അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോയി. സോ അത് വെക്നയാണ്. വെക്ന വില്ലുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹോളി വീലറിലേക്ക് വന്നാൽ ഹോളി വീലറും വെക്നയും തമ്മിലുള്ള ഷൂട്ടിംഗ് സീനിലെ ചില ചിത്രങ്ങൾ മുന്നേ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെക്ന ഹോളി വീലറെ വെച്ച് എലവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് പ്രതീക്ഷിക്കാം. ഹോളി വീലറും അതുപോലെ കാരനും തമ്മിലുള്ള ഒരുപാട് സീനുകൾ നമുക്ക് ടീസറിലും ട്രെയിലറിലും കാണാൻ പറ്റും. തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി കാരൻ എത്രത്തോളം കഷ്ടപ്പെടുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരൻ വീലറിനും മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ വലിയൊരു റോളുണ്ട്. അത് പോസ്റ്ററിൽ നിന്ന് വ്യക്തമാണ്. മറ്റ് സീസണുകളിലെ പോസ്റ്ററിൽ ഒന്നും കാരൻ വീലർ ഉൾപ്പെട്ടിരുന്നില്ല, പക്ഷെ ഇതിലുണ്ട്. അതുപോലെ തന്നെ പുതിയ കുറച്ച് പിള്ളേരെ കൂടി സീസൺ 5 നമുക്ക് കാണാൻ പറ്റും. അതിലൊരുത്തനാണ് ഡെറക് ടേൺബോ. ഇവന്റെ പേരിൽ ഈ ടേൺബോ എന്ന വേർഡ് സീസൺ 5 ഒരു എപ്പിസോഡിന്റെ ടൈറ്റിലിൽ വരുന്നുണ്ട്. ദി ടേൺബോ ട്രാപ്പ് എന്നാണത്. സോ ഈ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് വെക്നയ്ക്കെതിരെ ഒരു ട്രാപ്പ് ഉണ്ടാക്കലായിരിക്കാം ഈ എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മറ്റൊരു സൈഡിൽ ഡസ്റ്റിൻ മുഴുവനായും എഡിയ മനസ്സിനാവാനായി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ ഒരുപാട് തല്ല് കൊള്ളേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡസ്റ്റിന്റെ മുഖത്തുള്ള ഈ പാടുകളും അവന്റെ ഹെൽഫയർ ടീഷർട്ട് കീറിയിരിക്കുന്നതും എല്ലാം അതിന്റെ സൂചനകളാണ്. നിലവിൽ എഡിയ മൻസൺ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ഡസ്റ്റിനാണ്. സോ ഡസ്റ്റിൻ ഈ സീസണിൽ മരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹെൻറി ക്രീൽ തന്റെ ചെറുപ്പത്തിൽ അബദ്ധവശാൽ ഡയമെൻഷൻ എക്സിലേക്ക് എത്തപ്പെടുകയും അവിടെ നിന്നാണ് ഹെൻറിക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയത് എന്നുമാണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ ദ ഫസ്റ്റ് ഷാഡോ എന്ന നാടകത്തിൽ പറയുന്നത്. ഈ ഡയമെൻഷൻ എക്സും അപ്സൈഡ് ഡൗണും രണ്ടും ഒന്നാണെന്നുള്ളതിനുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ട്രെയിലറിൽ കാണിക്കുന്ന ഈ സ്ഥലം ഇത് ഡയമെൻഷൻ എക്സ് ആവാനാണ് സാധ്യത. കാരണം സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒരാള് മുകളിൽ നിന്നും താഴോട്ട് വീഴുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഹെൻറി ക്രീൽ ആയിരിക്കാം. എന്തുകൊണ്ടാണ് ഹെൻറി ഒരു പ്രിഡേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ഹെൻറിക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയത്? എങ്ങനെയാണ് ഡയമെൻഷൻ എക്സിലേക്ക് ഹെൻറി എത്തപ്പെട്ടത്? ഇതിന്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ അറിയാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. 11 നേരിടുന്ന മറ്റൊരു പ്രശ്നമായിരിക്കും ആർമി. ഗവൺമെന്റിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ 11നെ കൊല്ലാനായി ശ്രമിക്കുന്നുണ്ട്. അത് സീസൺ 4 നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീന പ്രോജക്ട് നടക്കുന്ന ഈ സ്ഥലത്ത് ഹോക്കിൻസ് ലാബിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും ക്യാമറ ഫൂട്ടേജുകൾ ഉണ്ട്. സോ ആർമിക്ക് ലാബിൽ നടന്ന സകല സംഭവങ്ങളുടെയും വിവരങ്ങൾ ഇതിനോടകം കിട്ടിക്കാണും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർമി 11നെതിരെ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ സീസൺ 5 പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഇതുകൂടാതെ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറയാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സീരീസ് നേരിട്ട് കാണുന്നതായിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ മാസം 26-ന് അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്.
ഫൈനൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രിയേറ്റേഴ്സിന് നല്ല പേടിയുണ്ട്. ഇനി എങ്ങാനും ഇത് ഗെയിം ഓഫ് ത്രോൺസിന്റെ എൻഡിങ് പോലെ മോശമാവോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. ഇപ്പൊ വൻ ഹൈപ്പിലാണ് സ്ട്രേഞ്ചർ തിങ്സ് പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മനോരമ ന്യൂസ് ഒക്കെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ കേരളത്തിൽ ഇത്രയും ഹൈപ്പിൽ പോയിരുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് അത് മണി ഹേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ വെനസ്ഡേ വന്നു. പക്ഷെ വെനസ്ഡേക്ക് പോലും ഇത്രയും ഹൈപ്പ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും കൂടാതെ ക്രിയേറ്റേഴ്സ് ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് തിയേറ്റർ റിലീസും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം, അല്ലാതെ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല.